എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുണങ്ങംവേലിയിലെ ബാറിന്റെ മുന്നിലാണെന്ന് V1 ആലുവ വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധ പരിപാടിയുമായിട്ടാണ് ഇവിടെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ചുകൂടി ഈ ബാറ് എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടുക എന്നുള്ളൊരു ആഹ്വാനവുമായിട്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും എല്ലാ സംഘടനയിലുള്ള ജനങ്ങളും ഒത്തുകൂടി ഒരുമിച്ച് ഈ ബാർ എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടുക എന്നുള്ളൊരു നിർദ്ദേശവുമായിട്ടാണ് ഇന്നത്തെ പ്രചരണ ജാഥ ചുണങ്ങംവേലി സ്കൂള് അങ്കണത്തിന്റെ മുന്നിൽ നിന്നും പ്രൗഢഗംഭീരമായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. ആലുവ ചുണങ്ങംവേലി VKJ ബാറിനെതിരെ ജനകീയ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. എടത്തല 8.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള 2000-ന് മുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രവർത്തന മികവിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ചുണങ്ങംവേലി സെന്റ് ജോസഫ് UP സ്കൂളിനോട് ചേർന്ന VKJ ഇൻ എന്ന മദ്യശാല തുറന്നതിനെതിരെ ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ 500-ലധികം പേർ പങ്കെടുത്തു. റാലി ബാറിന് മുന്നിൽ സമാപിച്ചു. ബഹുജന പ്രതിഷേധ റാലിയുടെ സമാപന സമ്മേളനം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് സർക്കാർ ഇത് പിൻവലിക്കണമെന്നാണ് എനിക്ക് ഈ തരണത്തിൽ. മറ്റു രാഷ്ട്രീയമായ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഇവിടുത്തെ ജനമനസ്സ് എല്ലാവരുടെയും ആഗ്രഹം, എല്ലാ ജനങ്ങളുടെ ആഗ്രഹം ഈ ബാറ് ഇവിടുന്ന് മാറ്റണമെന്നാണ്. നമ്മുടെ ഹോട്ടൽ തുടങ്ങുന്നതിനോ അവർ ബിസിനസ് തുടങ്ങുന്നതിനോ നമുക്ക് ആരും എതിരല്ല. ആ ഹോട്ടല് തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയ ആളുകൾ. പക്ഷേ നമുക്കറിയാം ഇത് ഒരു കാരണവശാലും ബാറ് അനുവദിക്കാൻ പാടില്ല, അത് മാറണമെന്നാണ് ഒരിക്കൽ കൂടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലെ ബാറുകളുടെ ദൂരപരിധി സർക്കാർ പുനഃപരിശോധിക്കണമെന്നും സ്കൂളുകൾക്ക് മുന്നിലെ ബാറുകൾ അടച്ചുപൂട്ടണമെന്നും ഇതിനായി എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രിമാരെ നേരിൽ കണ്ട് പരാതികൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജസ്പ്രിയ SD യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബിജു കാടപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ഹോട്ടൽ റെസ്റ്റോറന്റിനുള്ള കെട്ടിട നമ്പറാണെന്നും ബാർ ലൈസൻസ് നൽകിയിട്ടുള്ളത് എക്സൈസ് വകുപ്പാണെന്നും എടത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണത്തിൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. ദുരുദ്ദേശമുള്ള പോലെ തോന്നുന്നു എന്ന് ശൈലി എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇതൊരു ബാറായി തീരുമെന്നുള്ള ഒരു ഓർമ്മയൊന്നും നമുക്കുണ്ടായില്ല. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് അനുകൂലം കിട്ടാൻ വേണ്ടി ഇവർ 3 സ്റ്റാർ 4 സ്റ്റാർ എന്നുള്ള ആ ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ടാണ് ഇവർ ഈ ബാർ തുടങ്ങാനുള്ള ഉദ്ദേശം. ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന ട്രഷററും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും MKA ലത്തീഫ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും വാർഡ് മെമ്പർ ഷൈനി ടോമി, സിസ്റ്റർ കിരൺ SD, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM അഷ്റഫ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് അഷ്റഫ്, എടത്തല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം MA അജീഷ്, പ്രതിപക്ഷ നേതാവ് NH ഷബീർ, ബ്ലോക്ക് മെമ്പർമാരായ ലിസി സെബാസ്റ്റ്യൻ, ആബിദ ഷെരീഫ്, മെമ്പർമാരായ സാജു മത്തായ്, ജോ LC, ഹസീന ഹംസ, ജാസ്മിൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KA ആന്റണി, സെക്രട്ടറി MB അബ്ദുൽ ഖാദർ എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പൊതുപ്രവർത്തകരായ അച്ചാമ, രമേശ് പുത്തമ്പുരയ്ക്കൽ, സുഫീർ ഹുസൈൻ അനസ് ചിങ്ങത്തിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. PTA അംഗങ്ങൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ റാലിയിൽ സംബന്ധിച്ചു.
പ്രിയമുള്ളവരെ, V1 ആലുവ വീണ്ടും നിങ്ങളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകെ കാണുന്നത് വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെ ഈ സ്കൂളിൻ്റെ, ചുണങ്ങംവേലി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും കൂടി പ്രതിഷേധ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. സാർ, എന്താണ് ഈ പ്രതിഷേധ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്? ഈ പ്രതിഷേധം തീർച്ചയായിട്ടും ന്യായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് ഒരു സ്കൂളില് ആണ് ഈ കാണുന്നത്. നേരെ വെളിപ്പാട് അകലെയാണ് ഈ ബാർ തുടങ്ങിയിരിക്കുന്നത്. സാർ, ഈ അധികാരികൾ അറിയാതെ ഇവിടെ ലൈസൻസ് കിട്ടും? തീർച്ചയായിട്ടും അധികാരികൾ അറിഞ്ഞിട്ട് തന്നെയാണ്, ഒരു സംശയമില്ലല്ലോ. ഇല്ല. പക്ഷെ അധികാരികൾ വിവേകം വേണം. അല്ല സാർ, ഒരു കാര്യം ചോദിച്ചിട്ട്, സാറിന്റെ ഈ ആലുവ നിയോജക മണ്ഡലത്തിന്റെ കർത്താവല്ലേ, അപ്പൊ സാർ അറിയാതെ അറിയണമെന്നില്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അങ്ങനെ ഞങ്ങൾ ആരും അറിയേണ്ട ആവശ്യമില്ല. പഞ്ചായത്ത് അറിയേണ്ട ആവശ്യം, ആരും അറിയേണ്ട ആവശ്യം നിയമമില്ല. അത് അതിന്റെ ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ 4 സ്റ്റാർ അത് ബന്ധപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ അതൊരു കമ്മിറ്റി ഉണ്ട്, അവരാണിത് കൊടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ അവർക്ക് സാർ ഒരു കാര്യമുണ്ട്. ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ സൈഡിൽ നിന്നും ശരിക്കും പറഞ്ഞ ഒരു 40-35 മീറ്റർ അകലേ ഉള്ളൂ ആ മൂലക്ക്. തീർച്ചയായിട്ടും ഞങ്ങള് ബഹുമാനപ്പെട്ട മന്ത്രി, എക്സൈസ് മന്ത്രിനെ കണ്ടു, ഇവിടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം തോട്ടമുഖത്തുണ്ട് ഞങ്ങള് കൊടുത്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട എക്സൈസ് മിനിസ്റ്റർ കമ്മീഷണറോട് റിപ്പോർട്ട് തേടാമെന്നുണ്ട്. എന്ത് അപാകതകളുണ്ടോ എന്ന് റിപ്പോർട്ടുകൾ തേടാമെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ വെച്ചാൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കൊടുത്തു, വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു കൊടുത്തു, അദ്ദേഹം ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗവൺമെന്റിന്റെ നയം മാറ്റണം. 50 മീറ്റർ ആലുവ നിയോജക മണ്ഡലത്തിൽ 2 ബാറുകൾ, 3 ബാറുകളോട് വന്നിട്ടുണ്ട്, 3-4 ബാറുകൾ ഇവിടെ മകലാലയത്തിൽ വന്നിട്ടുണ്ട്, ഇവിടെ ചുണങ്ങവേലിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ അൻവർ സാദിഖ് MLA അറിയാതെ ഒരു പരിപാടികൾ പോലും ഇങ്ങനെയുള്ള പരിപാടി നടക്കില്ല എന്ന് പൊതുജനങ്ങളുടെ കുറെ വർത്തമാനങ്ങളുണ്ട്. അപ്പൊ സാറിന്റെ വായിന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് പൊതുജനത്തിന് അത് ചില പറയുന്നത് അങ്ങനെ ചില ദുരുദ്ദേശമായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്, എനിക്ക് വേണ്ടി പഞ്ചായത്ത് അറിഞ്ഞിട്ട് പറയാമെന്ന് പറയാമായിരുന്നു. ഞാൻ പറയുന്നില്ല, കാരണം പഞ്ചായത്തോ MLA ഒരു ജനപ്രതി അറിയേണ്ട ആവശ്യമില്ല. ഇത് കൊടുക്കാൻ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അതിന് ഗവൺമെന്റ് ഇതിനകത്ത് ചെയ്യേണ്ടത് ഗവൺമെന്റ് നയം മാറ്റണം. 50 മീറ്റർ എന്നുള്ള 200 മീറ്ററിലേക്ക് UDF സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ 200 മീറ്റർ ആയിരുന്നു. അന്ന് പിന്നീടാണ് 50 മീറ്ററിലേക്ക് ആയത്. അപ്പൊ ആ 50 മീറ്റർ 200 മീറ്ററിലേക്ക് ആക്കിയ പ്രശ്നമില്ല, ആ പഴയ മാതിരി തന്നെ ആക്കി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. എന്ത് നിയമത്തിന്റെ സാധ്യതയുടെ അടിസ്ഥാനത്തിലായാലും ഈ സ്കൂളിന്റെ വെളിപ്പാടകല, ഈ ബാറ് ഒരു അതിനകത്ത് ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഇവിടെ എല്ലാവരും ഒന്നിച്ചു കൂടിയത്. ഈ പ്രതിഷേധം മുന്നോട്ട് പോകും. ഇത് സൂചനയാണ്. ഇവരേതൊക്കെ പ്രതിഷേധത്തിന് മുൻപോ അതിന്റെ കൂടെ ഞാനുണ്ടാവും. ആര് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ന്യായമല്ല. അടുത്ത ആളിലേക്ക് എന്താണ് പറയുന്നത്? ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ബാറിന്റെ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസിന്റെ കമ്മീഷനാണ്. ഇത് ആ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും ഈ ഒരു റിപ്പോർട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരിക്കലും ഈ സ്കൂളിന്റെ പരിസരത്ത് ഇതിനെ അനുവാദം കൊടുക്കാൻ പാടില്ല. പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതെ, പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റാണ്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അതിന്റെ അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് അത് പഞ്ചായത്തിനുള്ള അധികാരമില്ല, കൊടുക്കേണ്ടത് എക്സൈസ് കമ്മീഷനാണ്. അത് കമ്മീഷൻ തെറ്റിദ്ധരിപ്പിച്ച് തന്നെ വേണം കൊടുക്കാൻ. അതല്ലാതെ ഒരു സർക്കാരിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നയങ്ങൾ ഇവർ വളച്ചൊടിക്കുക ചെയ്യുന്നത്. ഈ അവർ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന 50 മീറ്റർ പോലും ആ സ്കൂളിന്റെ അടുത്തല്ലെന്ന് ഒക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടായിരിക്കും വാങ്ങിയത്. അതിനേക്കാൾ അപ്പുറം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കാമെന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ഞാൻ പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റികളിലത്. ഈ ഗ്രാമത്തിൽ വന്നിട്ട് 4 സ്റ്റാറും 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലൊന്നും ഇല്ല. അങ്ങനെ ലൈസൻസ് കൊടുക്കുന്നതിന്റെ മറവിൽ തന്നെ ബാർ നടത്താനുള്ള അനുവാദം കൊടുക്കുന്നത്. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് 2 ബസ്സുകൾ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞു. നേരാണോ സിസ്റ്റർ? നേരാണോ? യാതൊന്നും ഞങ്ങൾ പ്രതിഫലം വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ മനസ്സിൽ പോലും അറിയോ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. 85 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണിത്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും എറണാകുളം ജില്ലയിലില്ല, കേരളത്തിൽ തന്നെ ഇല്ലെന്നാണ് എന്റെ അറിവ്. 1500 പിള്ളേർ ഇവിടെയും 1000 പിള്ളേർ അവിടെയും, അത് കൂടാതെ നഴ്സറിയിൽ 400 കുട്ടികളും. ഈ ബാർ സ്ഥിതി ചെയ്യുന്ന, ഈ ബാറിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്പറുടെ അടുത്ത് ചോദിക്കും. കുറെ കാലങ്ങളായി V1 ചാനൽ മെമ്പറെ അന്വേഷിച്ച് തുടങ്ങിയിട്ട്. മെമ്പറെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. ഈ ബാർ വന്നതിനെ കുറിച്ച് എന്താണ് മെമ്പർക്ക് പറയാനുള്ളത്? ഈ ബാർ വരുന്നത് ഞങ്ങൾക്ക് അനുകൂലമല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്
2 സ്കൂളുകൾ ചുണങ്ങമ്പേലില്, ജോമൗണ്ട് സ്കൂള്, സെന്റ് ജോസഫ് സ്കൂള്, 12,500 പിള്ളേര് പഠിക്കുന്ന സ്കൂളുകൾ. നാളത്തെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ പിള്ളേരാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ആ സ്കൂളിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ബാർ വരുന്നതിനോട് ഈ വാർഡിന്റെ മെമ്പറായി ഞാൻ യോജിക്കുന്നില്ല. അല്ല, എല്ലാവരും പറയണത് അതായത് ഇവിടുത്തെ മെമ്പർ ഈ നമ്മുടെ ഇടത്തല പഞ്ചായത്തില് ശരിക്കും ബാറുകൾ ഇല്ലാത്തൊരു പഞ്ചായത്താണ് അല്ലെ? ബാറുകൾ ഇല്ലാത്തൊരു പഞ്ചായത്തായിരുന്നു. നിലവിലിപ്പോ ബാറ് വന്നേക്കാണ്. അത് ഈ വാർഡിൽ തന്നെ മെമ്പറല്ലേ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? മെമ്പർ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലേ? മെമ്പർ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു മീഡിയക്കാരൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇത്. പൊതുജന സമക്ഷങ്ങൾ പറയുന്ന അവിടെയും ഇവിടെയും പറയുന്ന കാര്യങ്ങളാണ് V1 ചാനൽ മെമ്പറോട് ചോദിച്ചു. സത്യമാണോ മെമ്പർ? ഇത് സത്യമല്ല. മെമ്പർ ഞാൻ എന്ന ഒരാള് ഈ ബാറിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പൊതുജനം ആര് പറഞ്ഞാലും അത് തെളിയിക്കുകയാണെങ്കിൽ നാളെ എന്റെ മെമ്പർ സ്ഥാനം രാജിവെക്കാൻ. ബഹുമാനായ സാജു മെമ്പർ എന്താ പറയാനുള്ള ഈ ബാറിനെ കുറിച്ച്? എന്താ പറയാനുള്ളത്? നല്ലതാണോ ചീത്തയാണോ? ഈ ബാറ് ഒരു കാരണവശാലും ഇവിടെ സ്ഥിതി ചെയ്യാൻ കഴിയില്ല. ഈ ബാറ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ ബാറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്ത് ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മറ്റൊന്ന്, ചുണവമ്പേലി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചു വളർന്ന ആളുകളാണ്. 2500ഓളം വിദ്യാർത്ഥികൾ ഇപ്പം നിലവിലൂടെ ഉണ്ട്. നമുക്കറിയാം, ജോമൗണ്ടിലായാലും സെന്റ് ജോസഫിലായാലും ഇവിടെ ഈ നാടിന്റെ വലിയൊരു വെളിച്ചം അത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ വന്നു പോകുന്ന രക്ഷകർത്താക്കളായാലും കുട്ടികളായാലും അവർ പോകുന്ന വഴിയിൽ തന്നെയാണ് സ്കൂളിനോട് തൊട്ട് ചേർന്ന് ഒരു വിത്തിയാണ്. ശരിക്കും 50 മീറ്റർ 100 മീറ്റർ എന്നുള്ള വാദപ്രതിവാദം അല്ല ഇവിടുത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ സ്ഥിതി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥാപനമായതുകൊണ്ട് അത് നീക്കം ചെയ്യാന്നുള്ളതാണ്. ഇവിടെ MLA പറഞ്ഞു നമുക്കിപ്പോൾ അവിടെ ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ആയാൽ നമ്മളൊക്കെ അതിനെ ഏറെ സ്വാഗതം ചെയ്യും. നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ കിട്ടുമ്പോൾ അത് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായതും നിത്യമായിട്ടും അത് പ്രവർത്തിക്കേണ്ടതായിട്ടും നമുക്ക് അതിനോട് യാതൊരു എതിർപ്പില്ല. പക്ഷെ മറിച്ച് ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അതിശക്തമായ ഒരു സമരത്തിന്റെ തുടക്കമാണ് ഇന്ന് കണ്ടത്. അറിയാം, കാലങ്ങളായിട്ട് ചുണങ്ങമ്പേലിയിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടന്നിട്ടില്ല. ഇത് ഇന്ന് ഇവിടെ കണ്ടത് വലിയൊരു ജനകീയ പ്രക്ഷോഭമാണ് നടന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഈ പ്രക്ഷോഭം ഇന്ന് ഈ ബാറിന്റെ ഉടമ കണ്ടിട്ട് ആ ഉടമ ഇതിന് തക്കതായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഭാവി അതിശക്തമായ വലിയ തടുക്കാനാവാത്ത തരത്തിലുള്ള ഒരു വലിയ ജനപ്രക്ഷോഭം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ബാറിൽ നിന്ന് ഒഴിയണമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുക? ഏതാണ്ട് 85 വർഷം പഴക്കമുള്ള സെന്റ് ജോസഫ് സ്കൂളിന്റെ മുമ്പിൽ ചട്ടം ലംഘിച്ചാണ് ഇന്നിപ്പോ ഈ 4 സ്റ്റാറിന്റെ പേരില് ഈ ബാർ ലൈസൻസ് കൊടുത്തേക്കുന്നത്. 4 സ്റ്റാറിനും 3 സ്റ്റാറിനും ഓരോ ചട്ടങ്ങളുണ്ട്. 3 സ്റ്റാറിന് 200 മീറ്ററും 4 സ്റ്റാറിന് 50 മീറ്ററൊന്നുമാണ് സർക്കാർ പറയുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് പല മാനദണ്ഡങ്ങളും ഫയറിന്റെ ഇതില്ല. ഫയർ ചുറ്റുപാട് 50 സെന്റ് സ്ഥലം വേണം, ഇത്ര റൂംസ് വേണമെന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ വേണമെന്നുണ്ട്. ഇതൊന്നും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഏതോ ഉദ്യോഗസ്ഥൻ ഇതിന്റെ അകത്ത് കൈക്കൂലി മേടിച്ചാണ് ഇത് നടത്തിയേക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇതിന്റെ അകത്ത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അത് ഞങ്ങൾ കണ്ടെത്തും ആളെ നിയമത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും. ഇത് എന്തായാലും വാർഡ് മെമ്പർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിത് കൂട്ടുന്നത് വരെ ഞങ്ങൾ ശക്തമായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളിവിടെ പങ്കെടുത്തത്. ഈ ബാറ് തുടങ്ങിയത് പഞ്ചായത്തിന്റെ ഒന്നും അനുമതി ഇല്ലാതെയാണ് എന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞു കഴിഞ്ഞു. എടത്തല പഞ്ചായത്തിൽ തുടങ്ങിയെങ്കിലും അത് കീഴ്മാട് പഞ്ചായത്തിലേക്ക് തിരിഞ്ഞ് കീഴ്മാട് പഞ്ചായത്തിന്റെയും കൂടി നടുക്കായിട്ടാണ് ഏകദേശം ഇപ്പോൾ ഈ ബാർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയും നേരത്തെ പൂട്ടിയില്ലെങ്കിൽ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഈ കഴിഞ്ഞ ദിവസം മഹിളാലയം ജംഗ്ഷനിൽ ഇതേപോലെ തന്നെ മഹിളാലയം സ്കൂൾ തുടങ്ങിയുള്ള വിദ്യാലയങ്ങളും മറ്റു സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു സെന്ററിൽ തന്നെ ഒരു ഹോട്ടൽ തുടങ്ങി. ഇപ്പോൾ അത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ബാറായി പരിണമിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ ഈ നയം തിരുത്തിയില്ലെങ്കിൽ മുന്നോട്ട് സമര നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊതുജനം എന്ന രീതിക്ക് എന്താ പറയാനുള്ളത് ഈ കാരണത്തെ കുറിച്ച്? പൊതുജനം എന്ന രീതിയിലും പിന്നെ ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. എന്നും ഇവിടെ കയറി വരുമ്പോൾ ഈ ഗേറ്റ് കടന്ന് വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷേ ഇന്ന് മറിച്ച് വളരെ ദുഃഖമാണ്. ഇത് ഞങ്ങൾ നിത്യ ദുഃഖമാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് തുടക്കം. നാട്ടുകാരും എല്ലാവരും കൂടി പ്രതികരിക്കും. തീർച്ചയായും ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കണം, ശക്തമായിട്ട് പ്രതികരിക്കും. അത് വാർഡിന്റെ മുൻ മെമ്പറാണ് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഈ ബാറ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം എന്നുള്ള ഒരു ഇതാണ്. 50 മീറ്റർ ശരിക്കും ഉള്ളൂ, അല്ല 100 മീറ്റർ 90 മീറ്റർ ഒന്നും ഇല്ല. അപ്പൊ ഗേറ്റിന്റെ നമ്മുടെ
ആ മതിൽക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 മീറ്റർ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ബാർ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് നയം മാറ്റണം. ഗവൺമെന്റ് നയം മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. ചേട്ടൻ എന്താ പറയാനുള്ളത്? അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ ഈ ബാർ വന്ന് തീർച്ചയായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി തന്നെയാണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു കടയുടമയാണ്. അതായത് ഞാനൊരു ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. അതിനകത്ത് ഒരു ഖണ്ഡിക തന്നെ ഉണ്ട് എന്തൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം. അത് നോക്കി അത് കൃത്യമായിട്ട് നോക്കി സെക്രട്ടറി അതിന് ഒപ്പുവെച്ച് പഞ്ചായത്ത് മെമ്പറുടെ ശുപാർശ മെമ്പർ നിരപരാധിയാണ് അതിനകത്ത്. മെമ്പർ പഞ്ചായത്ത് സെക്രട്ടറി പേരറിയില്ല. പഞ്ചായത്ത് സെക്രട്ടറി അതൊക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷമാണ് സീൽ വെക്കണം. ഒരു പരിധി വരെ സെക്രട്ടറി വന്ന് കാണണം. നമ്മുടെ കട വന്ന് കാണണം എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അതൊക്കെ കാണണം. അപ്പോൾ സെക്രട്ടറിയുടെ തീർത്തും അനാസ്ഥയാണ്. സെക്രട്ടറിയുടെ ഭരണസമിതിയുടെ അനാസ്ഥയാണ്. അത് നമ്മള് V1 ചാനലിന്റെ ഈ പരിപാടിയായിട്ട് ചുണമ്പേലിൽ വന്ന് പിന്നെ ഏറ്റവും മുൻനിരയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് ഇദ്ദേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും നിയന്ത്രിക്കലും വളരെ മനോഹരം. പൂർവ്വ വിദ്യാർത്ഥിയാണോ? അതുകൊണ്ട് തന്നെയാണ് ഇത്ര പേരെന്ന് പറഞ്ഞ് ജോണി ക്രിസ്റ്റഫർ. നന്നായിട്ടോ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താങ്കൾ സംസാരിച്ചു. അതായത് എന്താ പറയണേ, ന്യായമുള്ള ഭാഗത്ത് നിൽക്കുന്ന ക്രിസ്റ്റഫറെ വീരങ്ങളിലേക്ക് ഉയരട്ടെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇനിയുള്ള സമര കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും. നല്ല ശക്തമായിട്ട് തന്നെയാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് പേരെ മാത്രമാണ് സംഘടിപ്പിച്ചിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നത് ഈ സ്കൂളിൻ്റെ 1200ഓളം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും തൊട്ടപ്പുറത്തുള്ള ജോമൗണ്ട് സ്കൂളിൻ്റെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും അണിനിരത്തി വലിയൊരു പ്രക്ഷോഭം തന്നെ ഈ VKJ എന്ന് പറയുന്ന ബാറിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംഘടിപ്പിക്കും. ഉശിരായിട്ട് തന്നെ സംഘടിപ്പിക്കല്ലേ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഈ വേണ്ടപ്പെട്ട അധികാരികളുടെ കയ്യിൽ നിന്നും നമുക്ക് ഇത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ക്യാമറമാൻ അബു ലൈസിനൊപ്പം വിനോദ് ചാക്യാർ, V1 ആലുവ.